എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചീര അവിയൽ ഉണ്ടാക്കിയാലോ? ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് ചീര ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അവിയലിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. മാങ്ങയുടെ പകുതി മതി കേട്ടോ. നമുക്ക് പുളി നോക്കിയിട്ട് മാങ്ങ കട്ട് ചെയ്ത് വെക്കാം. ഇനി ചീരത്തണ്ട് ഞാൻ ഇതുപോലെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലത് 2ആയി ചീന്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ ചീരത്തണ്ട് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഇത് ആദ്യം തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചീരത്തണ്ടിന് കുറച്ച് വേവുള്ളത് കൊണ്ട് ഇത് ആദ്യം തന്നെ നമ്മൾ വേവിച്ച് വെക്കണേ. ഇനി ഇതിലേക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് വെക്കാം കേട്ടോ. പിന്നെ ഇത് വേവാനാവശ്യമായ വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ചേർക്കാൻ ഒരു അരപ്പ് തയ്യാറാക്കണേ. അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തേങ്ങ എടുക്കാം. അതിലേക്ക് ഒരു ശകലം ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ 1-2 കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളകും ഇട്ട് നമുക്കൊന്നൊന്ന് ചതച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചീരത്തണ്ട് ഒരുവിധം വെന്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മാങ്ങയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇത് ഒരു 1/4 വേവുന്നത് വരെ നമുക്കൊന്നുകൂടി മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം മാങ്ങയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച ചീര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചീര കുറച്ച് വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ അരിഞ്ഞത്. ഇനി ഈ ചീര മുഴുവൻ ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി ഇത് ചീര ഒന്ന് വെന്ത് വരുന്നതിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത്രയും ചീര ഇട്ടാലും ഒരാവി വരുമ്പോൾ ഇതിൻ്റെ പകുതിയെ കാണും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചീരയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നേരത്തെ ഒതുക്കി വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങ ഒന്ന് പരത്തിയിട്ട് നമുക്കിത് മൂടി വെക്കാം കേട്ടോ. കുറച്ച് സമയം ഇത് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചീര അവിയൽ ഇവിടെ തയ്യാറായേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.